അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നോക്കാം, ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ നിന്നും ഇസ്ലാം കാര്യം 5 എണ്ണവും നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. രണ്ടാമത്തെ 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക. നാലാമത്തത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക. അപ്പം ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ഇതിൽ നിന്നും ചോദ്യം ചോദിക്കാൻ വളരെയധികം കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് 2 ഷഹാദത്ത് കലിമ. ഏതൊക്കെയാണ് 2 ഷഹാദത്ത് കലിമ? ഒന്നാമത്തത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ പഠിച്ചു പോവുക. അതുപോലെ രണ്ടാമത്തതാണ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു 2 ഷഹാദത്ത് കലിമയുടെ അറബിയും അർത്ഥവും പഠിച്ചു പോവുക. ഇനി അതിൽ നിന്നും ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നോക്കാം. ഒന്നാമത്തത് ക്രമത്തിൽ നമ്പർ ഇടാം. അപ്പോൾ അവിടെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഷഹാദത്ത് കലിമ ഒന്നാമത്തത് അല്ലേ. അപ്പോൾ അതവിടെ ക്രമം തെറ്റിച്ചിട്ടാണ് നൽകിയത്. അവിടെ ആദ്യം അല്ലാ ഇലാഹ, പിന്നെ രണ്ടാമത്തത് അള്ളാഹു, പിന്നെ അഷ്ഹദു, പിന്നെ ഇല്ല. അപ്പോൾ അത് നമ്മൾ നമ്പർ ഇടുമ്പോൾ എങ്ങനെ വരും? ആദ്യം അഷ്ഹദു വരും, രണ്ടാമത്തത് അല്ലാ ഇലാഹ, മൂന്നാമത്തത് ഇല്ല, നാലാമത്തത് അള്ളാഹു. അപ്പോൾ ക്രമത്തിലാക്കി വായിക്കുമ്പോൾ എങ്ങനെ വരും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരും. രണ്ടാമത്തതോ ഷഹാദത്ത് കലിമയിൽ നിന്നും രണ്ടാമത്തതാണ് അവിടെ നൽകിയിട്ടുള്ളത് അന്ന റസൂലുള്ളാഹി മുഹമ്മദൻ വ അഷ്ഹദു. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വരും. അങ്ങനെ അതുപോലെ രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് യോജിപ്പിക്കാം. റമദാൻ മാസം, ഈ റമദാൻ മാസം എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? നിസ്കാരം എന്നുള്ളതാണോ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കൽ എന്നുള്ളതാണോ, 2 ആകുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ 5 ആകുന്നു എന്നുള്ളതാണോ? ഏതാണ്? റമദാൻ മാസം നോമ്പ് നോൽക്കൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോമ്പ് നോൽക്കൽ എന്നുള്ളതിന് നേരെ വരയിടുക. ഇനി രണ്ടാമത്തത് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ അതിനോട് യോജിച്ചത് ഏതാണ്? 5 ആകുന്നു. അപ്പോൾ 5 ആകുന്നു എന്നുള്ളതിന് നേരെ വരയിടുക. ഇനി മൂന്നാമത്തത് 5 സമയം നിസ്കാരം അല്ലേ. അപ്പോൾ നിസ്കാരം എന്നുള്ളതിനോട് അത് യോജിപ്പിക്കുക. ഇനി അവസാനത്തത് ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ എത്രയാണ്? 2 ആകുന്നു. അപ്പോൾ ആ 2 ആകുന്നു എന്നുള്ളതിന് നേരെ ഒരു വര ഇടുക. ഇനി രണ്ടാമത്തെ പാഠമാണ് നിസ്കാരം. അപ്പം നിസ്കാരം എന്നുള്ള പാഠത്തിൽ നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അതുപോലെ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുപോലെ മൂന്നാമത്തത് അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള പോയിന്റ്. പിന്നെ നിസ്കാരങ്ങളുടെ ക്രമം: ഒന്നാമത്തത് ളുഹർ, 2 അസ്ർ, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹ്. ഇനി അതിൽ തദ്രീബാത്തിൽ വരാൻ സാധ്യതയുള്ളത് കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേര് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല നിസ്കാരങ്ങളും നൽകിയിട്ടുണ്ടാകും. ചില നിസ്കാരങ്ങളുടെ ഭാഗത്ത് ഒന്നും കൊടുക്കുകയില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ നിസ്കാരത്തിൻ്റെ പേര് എഴുതണം. അപ്പോൾ ഇവിടെ ളുഹർ, ചിലപ്പോൾ ളുഹർ കഴിഞ്ഞിട്ട് അസ്ർ നൽകില്ല. അപ്പോൾ അവിടെ നമ്മൾ അസ്ർ എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ മഗ്രിബ് എന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇശാ നൽകില്ല. അപ്പോൾ ഇശാ എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. പിന്നെ സുബി ചിലപ്പോൾ നൽകില്ല. അപ്പോൾ സുബഹി എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങനെ പൂർത്തിയാക്കിയിട്ട് എഴുതാൻ ഈ ഒരു പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പഠിച്ചു പോവുക. ഇനി മൂന്നാമത്തെ പാഠം എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്, പറയാമോ? വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത്. അപ്പോൾ വുളൂ തുടങ്ങുമ്പോൾ നമ്മളൊരു നിയ്യത്ത് കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്?
വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അല്ലേ. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതാണ് വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ട നിയ്യത്ത്. രണ്ടാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്. മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത്. ഇനി മൂന്നാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യേണ്ടത്. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അതാണ് മൂന്നാമത്തേതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ പാഠം ഒന്ന് നോക്കാം. പാഠം 4, വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അതിൽ ഉത്തരം പറഞ്ഞെഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വുളൂ മുറിയുന്ന കാര്യങ്ങൾ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ്യ് അല്ലാത്തവ പുറപ്പെടുക. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക? ഒന്ന് ഉറക്ക് അല്ലെങ്കിൽ ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ടാണ് വകതിരിവ് നീങ്ങുന്നത്. ഇനി അതുപോലെ മൂന്നാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. അതുപോലെ 4 വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഇതൊക്കെ വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ. നമ്മൾ മേലെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഉറങ്ങുക. അപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടമാകും അല്ലേ. അതുപോലെ രണ്ടാമത്തതോ ബോധക്ഷയം. നമ്മുടെ ബോധം പോയി കഴിഞ്ഞാലും നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടമാകും. ഇനി അടുത്തത് ഭ്രാന്ത്. അപ്പോൾ ഒരാൾ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെയാണ് ചെയ്യാന്ന് അവന് തന്നെ അറിയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഭ്രാന്ത് വന്നു കഴിഞ്ഞാലും ബുദ്ധിയുടെ വകതിരിവ് നഷ്ടമാകും. അവസാനത്തേത് മത്ത്. നമ്മൾ എന്തെങ്കിലും കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടമാകും. പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് ഒന്നും നമുക്ക് ഓർത്തെടുക്കാനൊന്നും കഴിയുകയില്ല അല്ലേ. അപ്പോൾ മസ്ത് പിടിച്ചു കഴിഞ്ഞാലൊക്കെ എന്താവും? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, മുൻകൈയിൻ്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക? ഏത് ഭാഗം കൊണ്ട് തൊട്ടാലാണ്? മുൻകൈയിൻ്റെ പള്ള കൊണ്ട് അല്ലേ. അപ്പോൾ അവിടെ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് എന്ന് എഴുതി കൊടുക്കുക. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ്, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയോ? അല്ലേ, വുളൂ മുറിയില്ല. അപ്പോൾ അവിടെ വുളൂ മുറിയില്ല എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ മക്കൾ മാതാപിതാക്കളെ തൊട്ടാലും മാതാപിതാക്കൾ മക്കളെ തൊട്ടാലും അവരവരുടെ വുളൂ മുറിയുകയില്ല. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.